നമസ്കാരം. കുംഭമാസത്തിലെ ആ പുണ്യദിനം ശിവരാത്രി അരികിലെത്തിയിരിക്കുകയാണ്. ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം തേടി ഭക്തർ കാത്തിരിക്കുന്ന ആ സുദിനം ഈ വർഷം, അതായത് 2026 വരുന്നത് ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ്. ഇത്തവണത്തെ ശിവരാത്രി വ്രതം എടുത്താൽ നമുക്ക് ഇരട്ടി ഗുണമാണ് ലഭിക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണത്തെ ശിവരാത്രി ഇത്ര സവിശേഷമായതെന്നും വ്രതം എങ്ങനെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാമെന്നും നമുക്ക് നോക്കാം. സാധാരണ ശിവരാത്രിയേക്കാൾ കൂടുതൽ ഗുണം ഇത്തവണയ്ക്ക് ലഭിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഇത്തവണത്തെ ശിവരാത്രി വരുന്നത് ഞായറാഴ്ചയാണ്. ആദിത്യന്റെ അഥവാ സൂര്യന്റെ ഈ ദിവസം ശിവഭജനത്തിന് ഏറ്റവും ഉത്തമമാണ്. വ്രതം തുടങ്ങുന്നത് ശനിയാഴ്ചയാണ്. ഇത് ശനിദോഷം അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകും. ശിവരാത്രി കഴിഞ്ഞ് വ്രതം പൂർത്തിയാക്കുന്നത് തിങ്കളാഴ്ചയായതുകൊണ്ട് ചന്ദ്രക്കല ചൂടിയ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണിത്. കുടുംബ പ്രശ്നങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, രോഗപീഠകൾ എന്നിവ മാറാൻ ഈ 3 ദിവസങ്ങൾ ചേർന്നു വരുന്ന വ്രതം വളരെയേറെ നിങ്ങളെ സഹായിക്കുന്നു. ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ടാകാം. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ഭഗവാൻ സ്വീകരിക്കുമെങ്കിലും പൂർണ്ണമായ ഭക്തിയോടെയും കൃത്യമായ ചിട്ടയോടെയും വ്രതം നിൽക്കുന്നത് നമ്മുടെ ആത്മീയ ഉണർവിന് ഏറെ സഹായകരമാണ്. വ്രതം തുടങ്ങുന്നത് ശിവരാത്രിയുടെ തലേ ദിവസം മുതലാണ്. ശനിയാഴ്ച പകൽ ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കൽ എടുക്കുക. മനസ്സിനെയും ശരീരത്തെയും വ്രതത്തിനായി പാകപ്പെടുത്തുന്ന സമയമാണിത്. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് കുടുംബസമേതം ശിവപുരാണമോ ശിവസ്തുതികളോ പാരായണം ചെയ്യുന്നത് വ്രതശുദ്ധിക്ക് ഉത്തമമാണ്. ശിവരാത്രിക്ക് ദിവസം സൂര്യോദയത്തിന് മുൻപേ ഉണരണം. ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം കഴിഞ്ഞ് ഭസ്മധാരണം നടത്തി മഹാദേവനെ ധ്യാനിക്കുക. സാധിക്കുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുക. ജന്മജന്മാന്തര പാപസംഹാരത്തിനെയാണ് നാം കൂവളാർച്ചന നടത്തുന്നത്. പൂർണ്ണമായ ഉപവാസമാണ് ശിവരാത്രി വ്രതത്തിന്റെ കാതൽ. എന്നാൽ പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും ഇളവുകളുണ്ട്. വെള്ളം പോലും കുടിക്കാതെ വ്രതം നോൽക്കുന്നതാണ് അതീവ ശ്രേഷ്ഠം. സാധിക്കാത്തവർക്ക് കരിക്കിൻ വെള്ളമോ പാലോ കുടിക്കാവുന്നതാണ്. അരിയാഹാരം പൂർണ്ണമായും വർജിക്കണം. ഗോതമ്പ് ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഉത്തമം. പഴങ്ങൾ മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. അന്നേ ദിവസം പകൽ ഉറങ്ങുവാൻ പാടില്ല. മനസ്സെപ്പോഴും ഭഗവാനിൽ അർപ്പിക്കുക. ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിർത്താതെ ജപിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും പാപങ്ങളെയും ദഹിപ്പിക്കാൻ സഹായിക്കും. ജോലി ചെയ്യുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും മനസ്സിൽ ഈ മന്ത്രം ഉരുവിടാവുന്നതേയുള്ളൂ. ഭക്തിയുടെ ഭാഗമായി വസ്ത്രധാരണത്തിനും ശ്രദ്ധ വേണം. വെളുത്ത വസ്ത്രമോ കാഷായ വസ്ത്രമോ ധരിക്കുന്നത് മനസ്സിന് ശുദ്ധി നൽകും. ശനിദോഷമുള്ളവർക്ക് കറുത്ത വസ്ത്രവും ഈ ദിവസം അണിയാവുന്നതാണ്. അന്നേ ദിവസം സാധുക്കൾക്ക് അന്നദാനമോ മറ്റു ദാനധർമ്മങ്ങളോ ചെയ്യുന്നത് ഭഗവാന് പ്രിയപ്പെട്ട കാര്യമാണ്. ശിവരാത്രി എന്നാൽ ശിവന്റെ രാത്രി എന്നാണ് അർത്ഥം. ലോകമെല്ലാം ഉറങ്ങുമ്പോൾ ഭക്തൻ ഉണർന്നിരുന്ന് ഭഗവാനെ ധ്യാനിക്കുന്ന രാത്രി. എന്തിനാണ് നാം ഉറക്കമുളയ്ക്കുന്നത്? പാലാഴി മദനത്തിൽ ഉയർന്നു വന്ന കാളകൂട വിഷം പ്രപഞ്ചത്തെ നശിപ്പിക്കാതിരിക്കാൻ ഭഗവാൻ അത് പാനം ചെയ്തു. ആ വിഷം ഭഗവാന്റെ ഉള്ളിൽ ഇറങ്ങാതെ പാർവതീദേവി കണ്ടത്തിൽ തടഞ്ഞു നിർത്തി. ആ സമയം ഭഗവാൻ അസ്വസ്ഥതയുണ്ടാകാതിരിക്കാൻ ദേവഗണങ്ങളും ഭൂതഗണങ്ങളും പ്രാർത്ഥനയോടെ ഉറക്കമുളച്ച് കാത്തിരിക്കുന്നു. ആ സ്മരണയിലാണ് നമ്മളും ഈ രാത്രി ഉണർന്നിരിക്കുന്നത്. ശിവരാത്രി രാത്രിയെ 4 യാമങ്ങളിലായി തിരിച്ചിരിക്കുന്നു. ഓരോ യാമത്തിലും ഭഗവാന് വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും നടക്കുന്നു. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഈ 4 പൂജകളും തൊഴുത് കോടി പുണ്യം നൽകുന്ന കാര്യമാണ്. 1-ാം യാമമാണ് രാത്രി 8 മുതൽ 11 വരെ. ഈ സമയത്ത് ഭഗവാന് പാലും നെയ്യും കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടക്കുന്നു. ഭഗവാനെ മനസ്മാ സ്മരിച്ച് സ്തോത്രങ്ങൾ ജപിച്ചു തുടങ്ങേണ്ട സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ നീക്കാൻ ഈ സമയത്തെ പ്രാർത്ഥന സഹായിക്കും. 2-ാം യാമം രാത്രി 11 മുതൽ പുലർച്ചെ 1 മണി വരെയാണ്. ഇതിനെയാണ് അർദ്ധയാമം എന്ന് വിളിക്കുന്നത്. ഈ സമയത്താണ് ലിംഗോത്ഭവം നടക്കുന്നു എന്നാണ് വിശ്വാസം. തൈര് കൊണ്ടുള്ള അഭിഷേകമാണ് ഈ സമയത്ത് പ്രധാനം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ ഈ യാമത്തിലെ പ്രാർത്ഥന ഉത്തമമാണ്. 3-ാമത്തെ യാമം പുലർച്ചെ 1 മുതൽ 3 വരെ. തേൻ കൊണ്ടുള്ള അഭിഷേകം നടക്കുന്ന സമയം. രോഗപീഠകൾ മാറാനും ആയുരാരോഗ്യത്തിനുമായി ഈ സമയത്ത് ഭഗവാനെ ഭജിക്കണം. ഉറക്കം നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന സമയമാണിത്. പക്ഷെ ഭക്തിയോടെ ഉണർന്നിരുന്നാൽ ഭഗവാന്റെ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും. 4-ാം യാമം പുലർച്ചെ 3 മുതൽ 6 വരെ. അവസാന യാമത്തിൽ കരിമ്പിൻ നീരോ ഇളനീരുകൊണ്ടോ അഭിഷേകം നടക്കുന്നു. വ്രതത്തിന്റെ പൂർണ്ണതയിലെത്തുന്ന സമയം. മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിക്കുന്ന ഈ ശുഭവേളയിൽ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉറപ്പാണ്.
പലരും വിചാരിക്കുന്നത് രാത്രി 12 മണി വരെ ഉണർന്നിരുന്നാൽ മതിയെന്നാണ്. എന്നാൽ സൂര്യോദയം വരെ ഉറങ്ങാതിരിക്കുന്നതാണ് യഥാർത്ഥ വ്രതം. പകൽ ഉറങ്ങാൻ പാടില്ല എന്നതുപോലെ ഈ രാത്രിയും ഭഗവാന് വേണ്ടി മാറ്റിവെക്കണം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ശിവപുരാണമോ ഓം നമഃശിവായ എന്ന മന്ത്രമോ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭക്തിയോടെയുള്ള ഈ ഉറക്കമിളപ്പ് നമ്മുടെ ഉള്ളിലെ തമോ ഗുണങ്ങളെ മാറ്റി ജ്ഞാനത്തിന്റെ വെളിച്ചം നൽകും. ശിവരാത്രി വ്രതത്തിന്റെ പൂർണ്ണത എന്നത് അത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ്. കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം എങ്ങനെ വ്രതം മുറിക്കണമെന്നും അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞായറാഴ്ച രാത്രി മുഴുവൻ ഉറക്കമുളച്ച് ഭഗവാനെ ഭജിച്ച ശേഷം തിങ്കളാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷമാണ് വ്രതം മുറിക്കേണ്ടത്. ഇത്തവണ തിങ്കളാഴ്ച മഹാദേവന്റെ പുണ്യദിനമായതിനാൽ വ്രതം പൂർത്തിയാക്കുന്നത് ഇരട്ടി ഗുണകരമാണ്. രാവിലെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് അവിടെ നിന്നും ലഭിക്കുന്ന തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വെച്ച് തന്നെ വ്രതം മുറിക്കാവുന്നതാണ്. ശുദ്ധമായ ജലമെടുത്ത് ഗംഗാദേവിയെ സ്മരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തുളസിയിലിട്ട വെള്ളം കുടിച്ചുകൊണ്ടോ വ്രതം പൂർത്തിയാക്കാം. വ്രതം മുറിക്കുമ്പോൾ ഓം ഗംഗായ വിശ്വമുഖ്യ നാരായണീയ നമസ്തുതേ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. പലർക്കുമുള്ള സംശയമാണ് രാത്രി ഉറക്കമുളച്ചതുകൊണ്ട് തിങ്കളാഴ്ച പകൽ ഉറങ്ങാമോ എന്നത്. വ്രതശുദ്ധി നിലനിർത്താൻ തിങ്കളാഴ്ച പകലും ഉറങ്ങരുത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ശരീരത്തിന്റെ വലിയ അസ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രം ചെറിയ ഇളവുകൾ എടുക്കാം. എങ്കിലും വൈകുന്നേരം സന്ധ്യാവന്ദനം കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതാണ് വ്രതത്തിന്റെ ഏറ്റവും പൂർണ്ണത നൽകുന്നത്. വ്രതം കഴിഞ്ഞാലുടൻ പഴയ രീതികളിലേക്ക് മാറാതെ അന്നേ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യാനും ഭഗവത് ചിന്തയിൽ തുടരാനും ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങളിലെ അഴലുകൾ ശമിപ്പിക്കാനും നിത്യ ജീവിതത്തിലെ സകലമാന ദുരിതങ്ങൾക്കും അറുതി വരുത്താനും ഈ വ്രതാനുഷ്ഠാനം നിങ്ങളെ സഹായിക്കും. വിശ്വാസത്തോടെയും ശുദ്ധിയോടെയും നിങ്ങളൊടുക്കുന്ന ഈ വ്രതം ഭഗവാൻ കൈക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാത്രി ആശംസകൾ. നമസ്കാരം.